إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون إن ينصركم الله നിങ്ങളെ അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുന്നതല്ല. വഇയ്യഖ്ദുൽകും പടച്ചവൻ നിങ്ങളെ നിസ്സഹായനായി തള്ളിയെറിഞ്ഞാൽ ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി അല്ലാഹുവിന് ശേഷം നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ പടച്ചവന്റെ മേൽ ഫലമേൽപ്പിച്ചുകൊള്ളട്ടെ. ഈ പരിശുദ്ധമായ ആയത്ത് രണ്ട് മുഖങ്ങളുള്ള ആയത്താണ്. ഒന്ന് പടച്ചവന്റെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ശബ്ദം, മറ്റൊന്ന് പടച്ചവന്റെ കോപത്തിന്റെയും ഗൗരവത്തിന്റെയും സമീപനം. അല്ലാഹു അറിയിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ദുനിയാവിലെ ജീവിതത്തിന്റെ അടിസ്ഥാനം, പരലോക ജീവിതത്തിന്റെ അടിസ്ഥാനം, നിങ്ങളുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ മേഖല, ഇതിന്റെ എല്ലാം അടിസ്ഥാനം അല്ലാഹുവിന്റെ സഹായമാണ്. പടച്ചവൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ വിജയിച്ച് തന്നെ നിൽക്കുന്നതാണ്. നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കാതെ തള്ളി മാറ്റിയാൽ വേറെ ആരും നിങ്ങളെ സഹായിക്കുന്നതുമല്ല. അതായത് ഇഹത്തിലെയും പരത്തിലെയും മുഴുവൻ പരാജയങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹു നിങ്ങളെ സഹായിക്കാതിരിക്കലാണ്. അല്ലാഹു തആല ഈ ആയത്തിൽ പടച്ചവന്റെ സഹായം ഏറ്റുവാങ്ങാൻ അർഹരാകണമെന്ന് ശക്തമായി ഉത്ബോധിപ്പിക്കുന്നു. ആ സഹായം എങ്ങനെ കിട്ടും? നമ്മൾ അല്ലാഹുവിനെ സഹായിക്കുന്നതിലൂടെ. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ പടച്ചവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. എന്തൊരു വൈകാരിക വാക്കാണ്! ദീനിനെ സഹായിക്കൽ, മസ്ജിദുകൾ സ്ഥാപിക്കൽ, മദ്രസകൾ സ്ഥാപിക്കൽ, അവിടെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കൽ, പകർത്തൽ, പ്രചരിപ്പിക്കൽ. അല്ലാഹു പറയുന്നത് ഇത് എന്നെ സഹായിക്കലാണ്, പടച്ചവനെ സഹായിക്കലാണ്. ഖുർആന്റെ വേറൊരു ഭാഗത്ത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം ഇന്നും നമുക്കിടയിൽ മുഴങ്ങുന്നുണ്ട്. അല്ലാഹു ഈമാനിന്റെ ചെവി കൊണ്ട് കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന്റെ നാളുകളിലാണ് ഈ പ്രഭാഷണം നടക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ നാളുകളിൽ മിനായിൽ കറങ്ങി നടക്കുമായിരുന്നു. രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട്, മയ്യൻസുറുനി വയഅ്വീനി ഹത്താ ഉബല്ലിഗ റിസാലാത്ത് റബ്ബി. സഹോദരങ്ങളെ, എന്റെ പടച്ചവൻ കുറെ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അതൊന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എന്നെ ആര് സഹായിക്കും? എനിക്ക് ആര് സൗകര്യം തരും? ആളുകളെല്ലാം വിസമ്മതിച്ചു. മദീനയിൽ നിന്ന് വന്ന സാധുക്കളായ കുറച്ചാളുകൾ സന്നദ്ധരായി. അവർ ലോകത്തിന്റെ അധ്യാപകരായി മാറി. അൻസാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് മാറി. അല്ലാഹു പറയുന്നു, നിങ്ങൾ ദീനിനെ സഹായിക്കുന്നത് ആദരവായ റസൂലിനെ സഹായിക്കലാണ്. ഒരു സഹായവും ആവശ്യമില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹു പറയുന്നു,
ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അല്ലാഹു തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിനെ നമ്മൾ സഹായിക്കേണ്ട യാതൊരു ആവശ്യവും പടച്ചവരില്ല. പക്ഷെ അല്ലാഹു തആല ദീനിനെ സഹായിക്കൽ അല്ലാഹുവിന്റെ സഹായമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദീനിനെ സഹായിക്കുന്നു, അതായത് നിങ്ങൾ ഓരോരുത്തരും ദീനിനെ പഠിക്കുന്നു, ദിവസത്തിൽ അല്പമെങ്കിലും ഇൽമ് കരസ്ഥമാക്കുന്നു. പണ്ഡിതന്മാർ അവരുടെ നിലയിൽ ഇൽമുമായി ബന്ധപ്പെടും, സാധാരണക്കാരായ സഹോദരങ്ങൾ അവരുടെ നിലയിൽ ഇൽമുമായി ബന്ധപ്പെടും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലാഹു തആല ഇൽമു പഠിക്കാൻ ധാരാളം അവസരങ്ങൾ നൽകിയിരിക്കുന്നു. നമ്മൾ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് ആലിമീങ്ങളുടെ അരികിൽ പോയിരിക്കൽ, മദ്രസകളിൽ ഉലമാക്കളുടെ അരികിൽ വന്നിരിക്കൽ, ദീനിയായ രചനകൾ പാരായണം ചെയ്യൽ, നമുക്ക് ഇൽമു പഠിക്കാൻ സാധിക്കും. അതുപോലെ സോഷ്യൽ മീഡിയ വഴി അല്ലാഹു തആല ഇൽമിന്റെ കവാടം തുറന്നിരിക്കും. നമ്മൾ നിന്ദിക്കാൻ പാടില്ല. തെറ്റായിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്ന അത് അവരുടെ തെറ്റ്. നമുക്ക് യാത്രകളിൽ ഇൽമു പഠിക്കാൻ സാധിക്കും, ശയ്യയിൽ കടന്നുകൊണ്ട് ഇൽമു പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒന്ന്, നമ്മൾ ഇൽമിനെ പഠിക്കുന്നു, ഓരോരുത്തരും പഠിക്കുന്നു. രണ്ട്, ആ ഇൽമിനെ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നു. ഖുർആൻ പറയുന്ന വിശ്വാസം, ഹദീസ് പഠിപ്പിക്കുന്ന വിശ്വാസം, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ആരാധനകൾ, ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, ജീവിതത്തിൽ പകർത്തുന്നു. മൂന്നാമത്തെ ദീനിന്റെ പരിശ്രമം, അവരവരുടെ കഴിവനുസരിച്ച് നമ്മൾ ഇൽമിനെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കും. ആലിമീങ്ങൾ അവരുടെ വഴിയിലൂടെ, സമ്പന്നരായ സഹോദരങ്ങൾ അവരുടെ വഴിയിലൂടെ, സാധുക്കളായ സഹോദരങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ. ഈ ദീനിന് രണ്ട് പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. ഒന്ന്, എല്ലാവർക്കും ഈ ദീനിനെ സഹായിക്കാൻ അല്ലാഹു എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു. രണ്ട്, എല്ലാവർക്കും അതിൽ കഴിയുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങൾ എന്നും വിജയിച്ചു നിൽക്കും. നിങ്ങളുടെ വ്യക്തിജീവിതം വിജയത്തിലാകും, കുടുംബജീവിതം വിജയത്തിലാകും. ഇന്ന് കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്, പരിഹാരം ദീനിന്റെ പരിശ്രമത്തിൽ. സാമൂഹിക ജീവിതം നന്നായി തീരും, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, പരിഹാരം ദീനിന്റെ പരിശ്രമത്തിൽ. ഈ ലോകത്ത് നമ്മളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ദീനിന്റെ പരിശ്രമത്തിൽ. പിന്നെ സഹോദരങ്ങളെ പറയാനില്ല, ഖബറാകുന്ന അതിഭയങ്കരമായ ഇടുക്ക് വിശാലമാക്കും ദീനിന്റെ പരിശ്രമം. മഹ്ശറ വൻസഭയിലെ ഭയാനകമായ അവസ്ഥയിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അരുവിയായി കടന്നുവരും ദീനിന്റെ പരിശ്രമം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്നും ഹൗദിലെ പാനം ചെയ്യാൻ സാധിക്കും ദീനിന്റെ പരിശ്രമത്തിലൂടെ. അള്ളാഹുവിന്റെ തണലിന്റെ കീഴിൽ ആഹാരം കഴിച്ച് വിശപ്പ് മാറ്റാൻ സാധിക്കും ദീനിന്റെ പരിശ്രമത്തിലൂടെ. അവസാനം പടച്ചവന്റെ സമുന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കാം ദീനിന്റെ പരിശ്രമം കാരണം. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കും, പടച്ചവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ വിജയിക്കും. ഈ ലോകത്തും വിജയിക്കും, നാളെ പരലോകത്തിനും വിജയിക്കും. തെളിവെന്ത്? മഹാന്മാരായ സഹാബാക്കൾ അവർ ദുനിയാവിലും വിജയിച്ചു. ഒരു സഹാബിയും എനിക്കൊന്നുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, പരാതിയുമായിട്ട് നടന്നിട്ടില്ല. മറിച്ച് അവർ കരയുമായിരുന്നു, നമ്മളുടെ പ്രതിഫലങ്ങൾ പടച്ചവൻ ഈ ലോകത്ത് തന്നെ തരികയാണോ? ഈ ലോകത്ത് സമ്പന്നമായ ജീവിതം, മനസ്സ് സമ്പന്നമായ ജീവിതം. അവർ പരലോകത്തിന് വിജയിച്ചു. അല്ലാഹു ഖുർആനിലൂടെ അറിയിച്ചു, റളിയല്ലാഹു അൻഹും വറദു അൻ. അവർ ദീനിലും വിജയിച്ചു. എവിടെ അവർ പോകുമ്പോൾ അവിടെ എല്ലാ ദീൻ പ്രചരിക്കുകയാണ്. കേരളത്തിൽ വന്നു, ദീൻ പ്രചരിച്ചു. ഇന്തോനേഷ്യയിൽ പോയി അവിടെ ദീൻ പ്രചരിച്ചു. ചൈനയിൽ പോയി ദീൻ പ്രചരിച്ചു. അതുകൊണ്ട് നിങ്ങൾ പടച്ചവന്റെ ദീനിനെ സഹായിക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും.
ഇനി ദേഷ്യത്തിൽ പറയുന്നു, അള്ളാഹു അവന്റെ സഹായം പിൻവലിച്ച് നിങ്ങളെ വലിച്ചെറിഞ്ഞാൽ അള്ളാഹു കാക്കുമാറാകട്ടെ. വേറെ ആരും സഹായിക്കാൻ കാണുകയില്ല. മനുഷ്യനും സഹായിക്കത്തില്ല, ജിന്നുകളും സഹായിക്കത്തില്ല, പണവും സഹായിക്കത്തില്ല, പണ്ടവും സഹായിക്കത്തില്ല, അധികാരവും സഹായിക്കത്തില്ല. ഇന്ന് മുസ്ലിം സമുദായത്തിന് എന്താ ഇല്ലാത്തത്? പണത്തിന് പണം, ആരോഗ്യത്തിന് ആരോഗ്യം, അധികാരത്തിന് അധികാരം. പക്ഷെ അള്ളാഹു സഹായം പിൻവലിച്ചു. ഏഴകളായി ലോകത്ത് നിലനിൽക്കുകയാണ്. നിലവിളി ഉയരുകയാണ്. സഹോദരങ്ങളെ, പരിഹാരം ദീനിന്റെ പരിശ്രമം നടത്തി അള്ളാഹുവിന്റെ സഹായം നേടലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ദീനിനെ സഹായിക്കാൻ സന്നദ്ധരാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ ഒരു ചിന്ത വരും, എനിക്കവിടെ കഴിവ്, എനിക്ക് അറിവത്രയില്ല, സാമ്പത്ത് അത്രയില്ല, അതുപോലെ ശാരീരിക ശേഷിയില്ല. അള്ളാഹു പറയുന്നു, ഈമാനുള്ളവർ പടച്ചവന്റെ മേൽ ഫലമേൽപ്പിച്ചുകൊള്ളട്ടെ, പടച്ചവന്റെ കഴിവിനെ നോക്കി പരിശ്രമിച്ചുകൊള്ളട്ടെ. എത്രമാത്രം ചെയ്യാൻ കഴിയുമോ നിങ്ങൾ ചെയ്യിൻ. കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങളുടെ കടമ നിങ്ങൾ പരിശ്രമിക്കലാണ്. കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നത് അള്ളാഹുവാണ്. സഹാബാക്കളിലേക്ക് നോക്കിൻ, അവർ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. അള്ളാഹു തആല അവരുടെ പരിശ്രമത്തിന് ഫലം നൽകി. ഔലിയാക്കൾ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. പടച്ചവനവരുടെ പരിശ്രമത്തിന് അള്ളാഹു തആല പ്രതിഫലം നൽകുകയുണ്ടായി. ആ പ്രതിഫലമാണ് ഇന്നും ദീൻ നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണപ്പെടുന്ന മുഴുവൻ ദീനും മുൻഗാമികളായ മഹത്തുക്കളുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അവർ ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്തു. സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു എങ്കിലും അവർ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചപ്പോൾ അള്ളാഹു തആല മാറ്റങ്ങൾ വരുത്തി. അള്ളാഹു പരിവർത്തനമുണ്ടാക്കി. ദീനിന്റെ പരിശ്രമത്തിന് വലിയ ശക്തിയുണ്ട്. ചെറിയ പരിശ്രമം വലിയ ഐശ്വര്യം. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്നോട് നിങ്ങളോടുമുള്ള ഉപദേശം, നമ്മളെല്ലാവരും ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്നു. ആ പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമമാണ് നമ്മളെല്ലാവരും ദീനിനെ പഠിക്കുന്നു. 60 വർഷമായി നമസ്കരിക്കുന്നു. ഇന്ന് വരെയും പരിശുദ്ധ ഖുർആനിന്റെ ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ കുറ്റക്കാരാണോ? അല്ലയോ? നമ്മൾ അവിടത്തെ ഇവിടത്തെയും കാര്യങ്ങൾ, അവന്റെ ഇവന്റെ കാര്യങ്ങൾ എല്ലാം അറിയാം. നമ്മൾ ഇന്ന് വരെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുമായി, അഖീദയുമായി, അതുപോലെ തന്നെ ഇബാദത്തുമായി, സ്വഭാവവുമായി പറഞ്ഞ ഹദീസുകൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇൽമ് പഠിക്കും. ഓരോ വീടുകളിലും ചെറിയ ക്രമീകരണം വരുത്തിൽ, ഒരു ചെറിയ ലൈബ്രറി വയ്ക്കൽ, അത്യാവശ്യ രചനകൾ അത് നമ്മൾ പാരായണം ചെയ്യൽ, പഠിക്കൽ. സംശയങ്ങൾ വന്നാൽ സ്വയം തീരുമാനമെടുക്കാതെ പണ്ഡിതരുമായി ബന്ധപ്പെടുന്നു. 2 പഠിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിൽ. മരുന്നെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് ഉപയോഗിക്കത്തില്ല, ആരോഗ്യം വരികയില്ല. നമ്മൾ പരിശ്രമിക്കുന്നു, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ അധ്വാനിക്കുന്നു. 3 അത് മൂടിവെക്കാതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനെ